ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ചേച്ചിയുടെ കുഞ്ഞിൻ്റെ ജാതകദോഷം കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ആതിര അവിടെ നിന്ന് പോകുന്നു. അവളുടെ ചേച്ചിയുടെ കാര്യം വന്നപ്പോൾ അവൾ ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ടില്ലേ, എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റിയാലും ആർക്കും ഒരു കുഴപ്പവുമില്ലല്ലോ, ജാതകദോഷം കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെങ്കിൽ ഇനിയും ഇവിടെ പലതും സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹ അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് അനഘ അവന്തികയുടെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുകയാണ്, പുര കത്തുമ്പോൾ തന്നെ ചേച്ചിക്ക് വാഴ വെട്ടണമല്ലേ, നിങ്ങളുടെ ഭർത്താവല്ലേ അവിടെ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, ആ ജോത്സ്യം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു, അത്ര തന്നെ. പിന്നെ നീ കുടുംബത്തിലെ അംഗമല്ലല്ലോ, അതുകൊണ്ട് നിനക്കൊന്നും കുഴപ്പം വരില്ലല്ലോ. അത്രയും പറഞ്ഞുകൊണ്ട് അവന്തിക അവിടെ നിന്ന് പോകുമ്പോൾ സംശയത്തോടെ നിൽക്കുകയാണ് അനഘ. പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയുമാണ്. ആ വക്കീല് പറഞ്ഞത് വെച്ച് കോംപ്രമൈസിനൊന്നും സാധ്യതയില്ലെന്നാ എനിക്ക് തോന്നുന്നതെന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുകയാണ്, അതേ സച്ചിയേട്ടാ, സ്വന്തം മകളെ പോലെയല്ലേ അയാള് അനിയത്തിയെ കൊണ്ടു നടന്നത്, ആരെങ്കിലും നമ്മളെ സഹായിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് സച്ചി പറയുമ്പോൾ നമുക്ക് ACP കാർത്തികിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ, സസ്പെൻഷൻ കഴിഞ്ഞ് പുള്ളി തിരികെ സർവീസിൽ കയറിയെന്നാ കേട്ടത്, അപ്പോൾ നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞാലോ എന്നൊക്കെ അർച്ചന ചോദിക്കുമ്പോൾ അതൊരു നല്ല ഐഡിയ ആണെന്നും അല്ലാതെ ആ CAയുടെ കയ്യിൽ ഈ കേസ് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്നും സച്ചി പറയുന്നു. കാർത്തിക് വിചാരിച്ചാൽ എന്താണെങ്കിലും അനൂപേട്ടനെ രക്ഷിക്കാൻ സാധിക്കും. സച്ചിയേട്ടൻ ഒന്ന് വിളിച്ചു നോക്കാൻ അർച്ചന പറയുമ്പോൾ സച്ചി കാർത്തികിനെ വിളിക്കുകയാണ്. തുടർന്ന് സച്ചി കാർത്തിയെ വിളിക്കുകയാണ്. കാർത്തിയോട് സച്ചി സഹായം ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ സ്ഥലത്തില്ല, ഒരു കേസിന്റെ അന്വേഷണമായി മുംബൈയിലേക്ക് വന്നിരിക്കുകയാണ്. കാർത്തി പറയുമ്പോൾ കാർത്തിക്കിന് മാത്രമേ ഞങ്ങളെ ഇപ്പോൾ രക്ഷിക്കാനാകൂ എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം കാർത്തിയോട് പറയുകയാണ് സച്ചി. അങ്ങനെ സച്ചി സംസാരിച്ച് കോൾ കട്ട് ചെയ്യുന്ന കാണുമ്പോൾ അർച്ചന പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. എന്തായി, കാർത്തിക് നമ്മളെ സഹായിക്കില്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ടെന്നും കാർത്തി ഇപ്പോൾ ഒരു കേസിന്റെ അന്വേഷണവുമായിട്ട് മുംബൈയിലാണെന്നും വരാൻ കുറച്ച് ദിവസം കൂടി കഴിയുമെന്നും പക്ഷേ ആ CAയുടെ കയ്യിൽ ഈ കേസ് നിൽക്കില്ലെന്നാ കാർത്തി പറഞ്ഞതെന്നും സച്ചി പറയുന്നു. പക്ഷേ താൻ വിഷമിക്കേണ്ട, കാർത്തി മറ്റൊരു ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട്, നമുക്കുടൻ തന്നെ സിറ്റി പോലീസ് കമ്മീഷണറെ കാണാൻ പോകണം, നമ്മളെ ഭീഷണിപ്പെടുത്തിയതിന് ചെങ്കൽ മധുവിനെതിരായിട്ട് ഫയൽ ചെയ്യണമെന്നാണ് കാർത്തി എന്നോട് പറഞ്ഞത്, ഒരു കേസും കൂടി മധുവിനെതിരെ വന്നാൽ കാപ്പ ലിസ്റ്റിലാകുമെന്നാ കാർത്തി പറഞ്ഞത്. പക്ഷേ സച്ചിയേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഒരു കാപ്പ ലിസ്റ്റ് വന്നെന്ന് കരുതി അയാൾ അടങ്ങുമെന്ന് സച്ചിയേട്ടന് തോന്നുന്നുണ്ടോ? അങ്ങനെയല്ലടോ, തന്റെ പേര് കാപ്പ ലിസ്റ്റിൽ വന്നെന്നറിഞ്ഞാലേ ഏത് ഗുണ്ടയും ഒന്ന് പേടിക്കും, ഒരു അവസ്ഥ അയാൾക്ക് വന്നാലേ അയാൾ എന്താണെങ്കിലും സെറ്റിൽമെന്റിന് വേണ്ടി സംസാരിക്കാൻ തന്നെ വരും, കൊടുത്താൽ അയാളുമായി സംസാരിക്കാനുള്ള ഒരു വഴി ഉണ്ടാകുമെന്ന് സച്ചി പറയുമ്പോൾ കേസിന്റെ പിന്നാലെ ഒന്നും പോകണ്ടെന്ന് അർച്ചന പറയുന്നു. അങ്ങനെ ഏറെ നേരത്തെ സംസാരത്തിനൊടുവിൽ സച്ചിയും അർച്ചനയും കൂടി സിറ്റി പോലീസ് കമ്മീഷണറെ കാണാമെന്ന തീരുമാനത്തിലെത്തുകയാണ്. പിന്നീട് കാണിക്കുന്നത് വക്കീല് ചെങ്കൽ മധുവിനോട് സംസാരിക്കാനായി വന്നിരിക്കുന്നതാണ്. അതേസമയം അനിയത്തിയുടെ ഫോട്ടോയിലേക്ക് നോക്കി വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു മധു. എത്ര വലിയ പ്രശ്നമുണ്ടായാലും ശരി, ഇനി എന്താണെങ്കിലും അവന്റെ ജീവൻ എടുക്കാതെ ഞാൻ അടങ്ങില്ലെന്ന് മധു പറയുന്നു. നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതല്ല സംഭവിച്ചത്, അത് ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ നിങ്ങൾ ഒരു കാര്യം കൂടി കേൾക്കണം. ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആ അനൂപിനെ പറ്റി ഞാൻ അന്വേഷിച്ചിരുന്നു, അവനത്ര കുഴപ്പക്കാരനൊന്നുമല്ല, അവന്റെ പേരിൽ ഒരു സ്റ്റേഷനിലും ഒരു കേസ് പോലും ഇല്ല, അവൻ മനഃപൂർവ്വം എന്റെ പെങ്ങളെ വണ്ടിയിടിച്ചു കൊന്നതാണെന്ന് മധു പറയുമ്പോൾ നീ വണ്ടിയിടിച്ചു കൊല്ലണം അണ്ണ എന്ന് ഒരു ഗുണ്ട പറയുമ്പോൾ വക്കീൽ പറയുകയാണ്, ദേ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ നിൽക്കരുത്, എന്നാ നീ ഒരു കാര്യം ചെയ്തെടുത്ത് റോഡിൽ കൂടെ പോകുന്നവരെല്ലാം ഇടിച്ചു വീഴ്ത്തിയിട്ട് വാ. ദേ മധു, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, പുതിയ കാപ്പ ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്, ഒരു കേസിലും കൂടി ഉൾപ്പെട്ടാൽ പിന്നെ നീയും കാപ്പ ലിസ്റ്റിന്റെ ഉള്ളിൽ കാണും എന്ന് കരുതി ഞാനെന്താ എന്റെ പെങ്ങളെ കൊന്നവനെ വെറുതെ വിടണോ എന്ന് മധു ചോദിക്കുമ്പോൾ അങ്ങനെയല്ലെന്നും ഉടൻ തന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനിയൊരു നീക്കം ഉണ്ടാകരുതെന്നും വക്കീൽ പറയുന്നു. ഈ മധുവിന് കോടതിയെ നിയമവുമെല്ലാം ഞാൻ തന്നെയാ, എന്താണെങ്കിലും ഞാൻ അവനെ കൊന്നിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് മധു. തുടർന്ന് സച്ചിയും അർച്ചനയും കൂടി കാണാമെന്ന കാര്യമെല്ലാം തന്നെ വക്കീൽ പറയുമ്പോൾ ഒരു കോംപ്രമൈസിനും ആരും ഇങ്ങോട്ടേക്ക് വരണ്ടെന്നും ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞുകൊണ്ട് മധു ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നു. കാണിക്കുന്നത് ആവണി മോളെയാണ്. അനൂപിനെ സ്റ്റേഷനിലിട്ട് ആരൊക്കെയോ തല്ലിച്ചതയ്ക്കുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേൽക്കുകയാണ് ആവണി. പെട്ടെന്ന് തന്നെ മീരയും കൂടി ആവണിയുടെ അടുത്തേക്ക് ചെന്ന് ആവണിയെ സമാധാനിപ്പിക്കുകയാണ്. മോള് പകൽ സ്വപ്നം കണ്ടതായിരിക്കും മീര എന്ന് പറയുമ്പോൾ എൻ്റെ മോൾക്ക് എന്താ അവളുടെ അച്ഛന് വേണ്ടേന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് മീര. അതുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.